ആദ്യം ഉപ്പിട്ട് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുക. 2 വിസിലടിക്കുമ്പോൾ തന്നെ മുട്ട വെന്ത് കിട്ടുമേ. ഇത് നമ്മൾ കുക്കറിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് സവോള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, തക്കാളി, കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് പൊടിയുടെ പച്ചമണം മറന്നു വരുന്ന വഴറ്റി കൊടുക്കാം. റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. 2 വിസിലടിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്കൊരു 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ടയൊന്ന് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാവേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിൻ്റെ കൂടെ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കിയത്. ഇത് ചോറിൻ്റെ കൂടെ, അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ല കറിയാണ്. ഞാൻ ഈ മുട്ടക്കറി തന്നെ 3 രീതിയിലുണ്ടാക്കും. ചില സമയത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ ചില സമയത്ത് തേങ്ങയും പെരിഞ്ചീരകം കൂടി അരച്ച് ചേർക്കാറുണ്ട്. 3 രീതിയിലും നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ.